ഉലുവ ഉണ്ട. കർക്കിടക മാസത്തിൽ ശരീരത്തിന് ആരോഗ്യകരമായ ഒരു വിഭവമാണ് ഉലുവ ഉണ്ട. ആവശ്യമായ സാധനങ്ങൾ: ഉലുവ, അരി വറുത്തത്, ജീരകം, കരിയെള്ള്, ശർക്കര. മട്ടേരി ആയാൽ നന്നായിരിക്കും. അരി വറുത്തത് ചേർത്താൽ കയ്പ്പ് കുറയും. മട്ടേരി ആണെങ്കിൽ അത് സ്വാദ് പോകും. മതി. എന്നിട്ട് ഈ പൊട്ടലൊക്കെ നിന്നു. ആറാനായിട്ട് ചൂടാറിയിട്ട് വേണം പൊടിക്കാൻ. ആവശ്യമായ ജീരകം വറുത്തെടുക്കുന്നു. ജീരകം പെട്ടെന്ന് പാകാവും. പുതിയന്നൊക്കെ വെക്കാം. കരിയുന്നതിന് മുമ്പ് പകർത്തി എടുക്കുന്നു. ഇതിൽ കരച്ചിട്ട് ഈ കുട്ടിയാക്കി കുട്ടിയാവും. എള്ള് വറുത്തു. ഈ വറുത്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ മിക്സിയിൽ വെവ്വേറെ പൊടിക്കുന്നു. ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തു. അരിപ്പൊടി, അരി വറുത്ത് പൊടിച്ചത്, ഉലുവ പൊടിച്ചത്, ജീരകം, എള്ള് രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചു. കാരണം എള്ള് ഇതിൽ എണ്ണ ഉണ്ടാവും. തന്നെയാകുമ്പോൾ മിക്സിയിൽ കട്ട പിടിക്കും. അപ്പോൾ ജീരകം രണ്ടും കൂടി മിക്സിയിൽ പൊടിച്ചു. ശേഷം തേങ്ങ ചിരകിയെടുത്തു. ചക്കര ചിരകിയെടുത്തു. എല്ലാം റെഡിയാക്കി. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ അരി വറുത്ത് പൊടിച്ച പൊടി ഇട്ടു. എള്ള് ജീരകം പൊടിച്ചതിട്ടു. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സ് ചെയ്ത പൊടിയിൽ നമുക്ക് തേങ്ങ ചേർക്കാം. ഈ പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ എള്ളിൻ്റെ എള്ള് പിടിച്ച കട്ടയൊക്കെ ഉണ്ടാവും. ആ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് അത് ഉടച്ച് മിക്സ് ചെയ്തു. ഇനി ചക്കര ചിരണ്ടിയത് ചേർക്കാം. ചക്കരയും ചേർത്ത് മിക്സ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായ തേങ്ങ ചേർക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്തു. തേങ്ങ ചിരകിയതും ചക്കരയും നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ച് ഇനി നമുക്ക് ഇതിനെ ചെറിയ ഉലുവ ഉണ്ടകളാക്കി പിടിച്ചെടുക്കാം. നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം. നന്നായിട്ട് ശർക്കരയൊക്കെ ആ അരിപ്പൊടിയിലും ഉലുവാപ്പൊടിയിലൊക്കെ പിടിക്കണം. ഈ മിക്സ് ചെയ്ത ഈ പൊടി നമുക്ക് എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് പിടിച്ചു. ചെറിയ ഉണ്ടകളാക്കാം. ഏകദേശം പൊടി ഉണ്ടകളാക്കി തീരാറായി. ഇനി കുറച്ചുകൂടി ഉള്ളൂ. അതും കൂടി നമുക്ക് ഇതുപോലെ ചുറ്റി വയ്ക്കാം. ഇവിടെ നമ്മുടെ ഉലുവ ഉണ്ട റെഡിയായി. കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഔഷധം തന്നെയാണ് ഈ ഉലുവ ഉണ്ട. ഇതെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ വീട്ടിൽ അവലോസ് ഉണ്ടയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, അതേപോലെ ഇത് ആ പൊടിക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ അത് എല്ലാ ചേരുവകളും ചേർത്ത് നല്ല ഉണ്ടകളാക്കി ചെയ്തു വെക്കുക.